എന്റെ വയൽ കേൾക്കുന്ന വിശ്വാസികളെ, നമ്മളെ നാട്ടിലൊന്നും അങ്ങനെയുള്ള പെണ്ണുങ്ങന്മാരുണ്ടാകൂല, ഉമ്മമാരുണ്ടാകൂല, പെങ്ങന്മാരുണ്ടാകൂല. ചിലപ്പോൾ ഗീബത്ത് പറയലൊരു ഹരം പിടിക്കുന്ന ചില ഉമ്മാരുള്ളു. അയൽവാസിയുടെ ഗീബത്ത് പറയാണ് മക്കളോട്, സ്വന്തം അനുജത്തിയുടെ ഗീബത്ത് പറയാണ് മക്കളോട്, സ്വന്തം ചേട്ടത്തിയുടെ ഗീബത്ത് പറയാണ് മക്കളോട്. അതിനെന്താ ന്യായം എന്നറിയോ? അപ്പൊ ന്യായം ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത് മുസ്ലിയാരി. ഞാൻ എന്റെ അനുജത്തിയെ കുറിച്ച് ഉള്ളതാ എന്റെ മക്കളോട് പറഞ്ഞത്, എന്റെ വാപ്പനോട് പറഞ്ഞത്, എന്റെ നാട്ടുകാരോട് പറഞ്ഞത്. ഇല്ലാത്തതല്ലല്ലോ അവിടെ ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി. ഉള്ളത് പറയുന്നതിനാ ഗീബത്ത് എന്ന് പറയുന്നത്, ഇല്ലാത്തത് പറയുന്നതിന്റെ പേര് ഗീബത്ത് എന്നല്ല, കളവ് എന്നാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാണ്, ഉള്ളത് പറയുന്നതിന് പറയുന്ന പേരാണ് ഗീബത്ത്, ഇല്ലാത്തത് പറയുന്നതിന്റെ പേര് ഗീബത്ത് എന്നല്ല, കളവ് എന്നാണ്. ഒരാളെ കുറിച്ച് നമ്മൾ അവരിഷ്ടപ്പെടാത്തത് പറയരുത്. സ്വന്തം അനുജത്തിയെ കുറിച്ച്, ചേട്ടത്തിയെ കുറിച്ച്, ഭർത്താവിന്റെ വാപ്പനെ കുറിച്ച്, ഉമ്മനെ കുറിച്ച്, അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ടവരെ കുറിച്ചും തീരെ പറയരുത്. അങ്ങനെ പറഞ്ഞാലോ മക്കളെ മനസ്സിൽ വളാമാനോടുള്ള മതിപ്പ് നഷ്ടപ്പെട്ടു പോകും, മുത്താപ്പനോടുള്ള മതിപ്പ് നഷ്ടപ്പെട്ടു പോകും, കുടുംബങ്ങളോടുള്ള മതിപ്പ് നഷ്ടപ്പെട്ടു പോകും. ആ മതിപ്പ് നഷ്ടപ്പെട്ട മകൻ അദബുകേടായി അവരോട് സംസാരിക്കുകയോ അവരോട് പെരുമാറുകയോ ചെയ്ത് അതിന്റെ പേരിൽ അവന്റെ ദുന്യാവും ആഖിറവും നഷ്ടപ്പെടാൻ ഇത് കാരണമായി പോകും. റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ.